നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് വീണ എസ് ബാബു. ഒരു സാധാരണ വക്കീലും നോട്ടറി വക്കീലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടുപേർക്ക് നിയമബിരുദങ്ങൾ വേണം. എന്നാൽ നോട്ടറി വക്കീലിന് സർക്കാരിൻ്റെ അംഗീകാരം, അധികാരം കൂടുതലുള്ളവരാണ്. ഇതൊരു നിയമ പദവിയാണ്. കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അഭിഭാഷകരായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ നിയോഗിച്ചിരിക്കുന്ന ആധികാരികതയാണിത്. ഇവർ നോട്ടറീസ് ആക്ട് 1952 അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇവരുടെ രേഖകൾക്കുള്ള മൂല്യം സാധാരണ അല്പം കൂടും. ഇവർക്ക് അഫിഡവിറ്റുകൾ അല്ലെങ്കിൽ സത്യവാങ്മൂലം ഉണ്ടാക്കാനും അത് രേഖപ്പെടുത്താനുമുള്ള ചുമതലയുണ്ട്. പിന്നെ രേഖകൾ സാക്ഷ്യപ്പെടുത്താൻ അതിലിട്ടേക്കുന്ന ഒപ്പ് ശരിയാണെന്ന് വെരിഫൈ ചെയ്യാൻ, അതുപോലെ എഗ്രിമെൻറ്റുകൾ അല്ലെ പവർ ഓഫ് അറ്റോർണികൾ, പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട രേഖകൾ സാക്ഷ്യപ്പെടുത്തുക, അതുപോലെ തന്നെ ചില സാമ്പത്തിക ഇടപാടുകൾ പ്രതിഷേധ രേഖകൾ തയ്യാറാക്കുക. ഇവയൊക്കെയാണ് നോട്ടറി വക്കീലിൻ്റെ ചുമതലയിൽപ്പെട്ടത്.